ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രസ്സ് ചെസ്റ്റ് സൈസ് 23 ഇഞ്ചിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. അതായത് ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന പാകത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു ബേസ് ലൈൻ വരച്ചു. അവിടെ തന്നെ നമ്മുടെ ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കൊടുക്കുന്നത് 4.25 ഇഞ്ചാണ് കേട്ടോ. ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഞാനൊരു 5 ഇഞ്ചിൽ നമ്മുടെ ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് സൈസ് എടുക്കുക. ഇവിടെ നമ്മുടെ ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 എടുക്കുക, അതായത് 5.25 ഇഞ്ച്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് ലൂസും കൂടെ കൊടുത്താണ് ഞാനിവിടെ ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. തയ്യൽ തുമ്പ് നമ്മൾ അവസാനം കൊടുക്കുകയാണ്, പാറ്റേൺ വരയ്ക്കുന്നതിനോടൊപ്പം ചേർത്ത് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഓരോ ഡ്രസ്സ് ചെയ്യുമ്പം സ്റ്റാൻഡേർഡ് സൈസ് ചാർട്ടിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് നമുക്ക് കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ ടേപ്പ് എടുത്തിട്ട് അവരുടെ ഡയറക്റ്റ് മെഷർമെൻറ്റ്സ് എടുത്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സ്റ്റാൻഡേർഡ് സൈസ് ചാർട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റിന് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ലൂസായിരിക്കാം, ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കാം. അപ്പോൾ കറക്റ്റ് ഫിറ്റിന് നമുക്ക് കിട്ടണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ മെഷർമെൻറ്റ് ഡയറക്റ്റ് തന്നെ എടുത്ത് ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് ലൈനിൽ നിന്ന് താഴത്തോട്ടൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ലൈൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്ക് പോർഷൻ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് പുറകിലോട്ട് 1 ഇഞ്ച് ഒന്ന് നീക്കി മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ചെസ്റ്റ് ലൈനിലോട്ട് നമ്മുടെ ആം റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് കഴുത്ത് ഇച്ചിരി വീതി വന്ന് സ്ട്രാപ്പ് വരുന്ന മോഡലിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആം റൗണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ ആം റൗണ്ട് ഷേപ്പ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നമ്മൾ കൈ കൊണ്ട് ഷേപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഈ ഒരു ടൂൾ വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് വാങ്ങിക്കുക ഇല്ലെങ്കിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ ആ ബേസ് ലൈനിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ പാറ്റേൺ ഫോൾഡ് ചെയ്ത ആ ഭാഗത്ത് 1 ഇഞ്ച് വരച്ചിട്ട് അവിടെയും കൂടെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഹെം ലൈനിൽ ഞാൻ സ്കാലപ്പ് ഡിസൈൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ ടോട്ടൽ ലെങ്ത് ഞാൻ നോക്കിയപ്പോൾ 6 ഇഞ്ച് കിട്ടി. അപ്പോൾ അതിനെ നമ്മൾ ഒരു 3 സ്കാലപ്പാക്കി ഡിവൈഡ് ചെയ്യുകയാണ്. 2 ഇഞ്ച് വീതിയിൽ ഞാൻ 3 സ്കാലപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു സ്കാലപ്പിനെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ ഈ കൊടുക്കുന്ന ഒരു 4 ഇഞ്ച് താത്തി ഞാനൊരു ഡോട്ടഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് അല്ലാണ്ട് തന്നെ ഷേപ്പ് ചെയ്യാൻ നല്ലോണം അറിയാമെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പം സ്കാലപ്പ് ഡിസൈൻ ചെയ്യാൻ പാടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഓപ്ഷൻ പറയുന്നത് കേട്ടോ. 4 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആ ഒരു കർവ് പോർഷൻ ചെയ്യുക. അങ്ങനെ നമ്മൾ 3 സ്കാലപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന നമ്മുടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അതായത് ആം റൗണ്ടിൻ്റെ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. സൈഡ് സീമിന് 1 ഇഞ്ച് വരുന്നുണ്ട്. സ്കാലപ്പിൻ്റെ അവിടെ ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. കഴുത്തിന് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ല, അവിടെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ കഴുത്തിന് മാത്രം തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ പാറ്റേൺ ഡ്രാഫ്റ്റിങ് റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കും നമ്മൾ ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജസ്റ്റ് ആ ഒരു യോക്കിൻ്റെ ലെങ്ത് എവിടം വരെ ഉണ്ടെന്ന് ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ഒരു പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴുത്തിന് നമ്മൾ ക്രോസ് പീസ് കൊടുക്കത്തില്ല. അങ്ങനെ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യാം. അപ്പം ഓണം സീരീസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും പട്ടുപാവാട ചെയ്യാണ്ട് ഞാൻ വിചാരിച്ചു ഫ്രോക്ക് ഡിസൈൻസും കൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രോക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 2 തുണി എടുത്തിട്ടുണ്ട്. ഒന്ന് ലൈനിങ്ങും പിന്നെ ഒന്ന് ബ്രൊക്കേഡും. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലൈനിങ്ങിൽ ഈ പാറ്റേൺ ട്രേസ് ചെയ്തെടുക്കുകയാണ്. അതായത് ലൈനിങ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം ട്രേസ് ചെയ്യാൻ. എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടും ബാക്കും സെയിം ഡിസൈനാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബ്രൊക്കേഡിലോട്ട് ഈ ഒരു ലൈനിങ് തുണി അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ താഴത്തെ ആ ഒരു സ്കാലപ്പ് ഡിസൈൻ മാത്രം 4 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയൊന്നും തയ്ക്കണ്ട. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല വശത്തോട്ട് വേണം ലൈനിങ് തുണി വെക്കാനായിട്ട്. അതായത് ബ്രൊക്കേഡിൻ്റെ നല്ല വശത്തോട്ട് വേണം ലൈനിങ് തുണി വെച്ചിട്ട് 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു 4 ഇഞ്ചിൽ തന്നെ ബാക്കി നിൽക്കുന്ന തുണിയെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓരോ സ്കാലപ്പിൻ്റെ കോർണറിലും അതിൻ്റെ കർവ് പോർഷൻസിലും എല്ലാം ചെറിയ ചെറിയ നോച്ചസ് കൊടുക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോഴത്തേക്കും നല്ല എളുപ്പമായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിന് ചുറ്റും ഒരു എഡ്ജ് സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊന്നുമില്ല, ജസ്റ്റ് ലൈനിങ്ങും നമ്മുടെ തുണിയുമായിട്ടൊന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ ബാക്കി പോർഷൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രോക്കിൻ്റെ ഹൈറ്റ് ഞാനിവിടെ 17 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനായിട്ട് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീതിയായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഞാൻ ആ തുണിയുടെ കംപ്ലീറ്റ് വീതിയും അങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 44 ഇഞ്ച് വീതിയുള്ള തുണിയായിരുന്നു. ആ വീതി കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഗ്യാദേഴ്സ് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് തുണി എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ തുണി ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തോട്ട് നമ്മൾ ഓൾറെഡി വരച്ചു വെച്ച പാറ്റേൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. ആ കഴുത്തും അതേപോലെ തന്നെ നമ്മുടെ ആം റൗണ്ടും ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഗ്യാദേഴ്സ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതിയെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാറ്റേണിൻ്റെ കഴുത്തിൻ്റെ ആ ഒരു അകലം നോക്കുക, അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ എടുത്ത് തുണി കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പാറ്റേൺ വെച്ചതിൻ്റെ കഴുത്തിൻ്റെ ആ ഭാഗത്തെ ഡിസ്റ്റൻസ് എടുത്തു, അത് തന്നെ ഫോൾഡ് ചെയ്ത് ആ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ കൊടുത്തിരിക്കുക കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രോക്കിൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട്. അതിന് ഞാനൊരു സെൻറ്റർ കട്ടും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, ഇതിന് നമ്മളൊരു ലൂസ് സ്റ്റിച്ച് ഇടണം. ലൂസ് സ്റ്റിച്ച് ഇട്ട് നമ്മൾ ത്രെഡ് വെച്ച് പുള്ളി ചെയ്താണ് ഗ്യാദേഴ്സ് ആക്കി എടുക്കുന്നത് കേട്ടോ. ലൂസ് സ്റ്റിച്ച് ഇടാനൊക്കെ അറിയാലോ, നമ്മുടെ മെഷീനിൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിൽ നിന്നൊരു ത്രെഡ് വെച്ച് പുള്ളി ചെയ്ത് നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ട ലെങ്ത്ത് ആ ലെങ്ത്തിലോട്ട് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളത് ആക്കിയെടുക്കാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പാറ്റേൺ പേപ്പറിൽ ഓൾറെഡി നമ്മൾ നെക്കിൻ്റെ ലെങ്ത് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ലെങ്ത് ഒന്ന് നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. നമുക്കവിടെ കിട്ടുന്നത് 8.5 ഇഞ്ചാണ്. ആ 8.5 ഇഞ്ച് തന്നെ നമ്മൾ ഈ ഒരു തുണിയിലോട്ടും ഗ്യാദേഴ്സ് ആക്കി എടുക്കുക. അപ്പം ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ഗ്യാദേഴ്സ് വിട്ടു പോവാണ്ടിരിക്കാനായിട്ടൊരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ മെയിൻ ഫാബ്രിക് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കൂടെ ചെയ്യണം. ലൈനിങ്ങിന് ഞാനിവിടെ എടുക്കുന്ന വീതി എന്ന് പറയുന്നത്, ഇത് ഫോൾഡ് ചെയ്ത ഭാഗത്താണ് കേട്ടോ 16.5 ഇഞ്ച് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 32-33 ഇഞ്ച് ലെങ്തിലുള്ള ലൈനിങ് ആണ്. അത് അത്രയും തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഹൈറ്റ് വരുന്നത് 20 ഇഞ്ചാണ് കേട്ടോ. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 20 ഇഞ്ച് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മൾ പാറ്റേൺ വെച്ച് ട്രേസ് ചെയ്തെടുക്കുക. എങ്ങനെയാണോ നമ്മൾ മെയിൻ ഫാബ്രിക് ചെയ്ത് അതേപോലെ തന്നെ. എന്നിട്ടത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലൈനിങ്ങിൽ നമ്മൾ ഗ്യാദേഴ്സ് ഇടരുത്. കാരണം ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന തുണി എന്ന് പറയുന്നത് അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ് മെയിൻ ഫാബ്രിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഗ്യാദേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങും കൂടെ ഗ്യാദേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായി പോകും. അതുകൊണ്ട് ഞാൻ ലൈനിങ്ങിന് പ്ലീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു പാറ്റേണിൽ കഴുത്തിൻ്റെ ലെങ്ത്ത് 8.5 ഇഞ്ചായിരുന്നല്ലോ, ആ ലെങ്ത്തിലോട്ടാക്കി പ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ പ്ലീറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ലൈനിങ്ങിലും അതേപോലെ 8.5 ഇഞ്ചിൽ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി വെച്ച് നമ്മൾ ആ കഴുത്തിൻ്റെ ഭാഗത്തൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആം റൗണ്ടിലും ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ്ങും മെയിൻ തുണിയും കൂടി ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഓൾറെഡി ടോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് പുറത്തോട്ട് വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ കഴുത്തും ആം റൗണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മൾ ആ ഒരു ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊന്ന് 1/4 ഇഞ്ചിലൊന്ന് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. താഴെ നമ്മൾ ഫ്രിൽസ് കൊടുക്കുന്നുണ്ട്. അതായത് ലൈനിങ്ങിനും കൊടുക്കുന്നുണ്ട്, മെയിൻ ഫാബ്രിക്കിനും കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ ഫ്രിൽസ് ഇച്ചിരി ഇറങ്ങിക്കിടക്കും, മെയിൻ ഫാബ്രിക്കിൽ വരുന്ന ഫ്രിൽസ് ഇച്ചിരി കയറി കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ കാൽക്കുലേഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മൾ പാറ്റേണിൽ ആം റൗണ്ടിന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആം റൗണ്ടും ക്രോസ് പീസ് വെച്ച് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. നമ്മൾ തിരിച്ചിട്ടടിക്കുവാണെങ്കിൽ മാത്രം മതി ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. ക്രോസ് പീസ് വെച്ച് കവർ ചെയ്യാനാണെങ്കിൽ നമ്മളങ്ങനെ ആം റൗണ്ടിന് തയ്യൽ തുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ കവർ ചെയ്യാനായിട്ട് ഞാൻ 1 ഇഞ്ച് വീതിയിലുള്ള 2 ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്.
അത് നമ്മൾ ആം റൗണ്ടിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ്. അപ്പം നമുക്കൊരു 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ 7 ഇഞ്ചാണെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ ലെങ്ത്തിൽ ക്രോസ് പീസ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. 1/4 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 1 ഇഞ്ച് ക്രോസ് പീസ് എടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ 2 ആം റൗണ്ടും ഇതേപോലെ 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബാക്കിയുള്ള ഭാഗം ഇതേപോലെ 1/4 ഇഞ്ചിൽ മടക്കി പുറകിലോട്ട് വെച്ച് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ പ്രത്യേകിച്ചൊന്നും നമ്മുടെ മെയിൻ തുണിന് ഒരു രീതിയിലും നമ്മൾ മടക്കുന്നില്ല. ആകെ ക്രോസ് പീസ് മാത്രമാണ് 1/4 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, കഴുത്തും ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചാണ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ 2 ഇഞ്ചാണ് വീതി കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ 1/2 ഇഞ്ചിലാണ് മടക്കി അടിക്കുന്നത് കേട്ടോ. മടക്കിയല്ല, ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതും നമ്മളിവിടെ ഈ ആം റൗണ്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ ആദ്യം നമ്മൾ നല്ല വശവും ചേർത്ത് വെക്കുക. അതിനുശേഷം 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം ഈ ഒരു ക്രോസ് പീസിന് ഉള്ളിൽ കൂടി ഒരു ത്രെഡ് വന്നിട്ട് നമുക്ക് ഷോൾഡറിൽ കെട്ടുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു 1/2 ഇഞ്ച് വീതി എടുത്തത്. നിങ്ങൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ കട്ടി കുറവുള്ള തുണിയാണ് നിങ്ങൾ കഴുത്തിൽ ക്രോസ് പീസ് വെക്കുന്നതെങ്കിൽ ഒരു ലൈനിങ്ങും കൂടെ ആ തുണിയുടെ പുറകിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ത്രെഡ് ഇട്ട് ഉള്ളിലോട്ട് കയറ്റുന്നതല്ലേ, അപ്പോൾ ആ ഒരു കട്ടി കാരണം ചിലപ്പോൾ തുണി വലിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ആം റൗണ്ട് ചെയ്തതുപോലെ തന്നെ നമ്മുടെ നെക്കും 1/2 ഇഞ്ചിലാണ് ഞാൻ കവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ആ കഴുത്തിൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും നമ്മൾ ത്രെഡ് കയറ്റുന്നത് കേട്ടോ. അങ്ങനെ ഫ്രണ്ടും ബാക്കും ഞാൻ ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം ഞാനൊരു 1.5 ഇഞ്ച് വരെ ഒരുമിച്ച് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ 1.5 ഇഞ്ച് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ യോക്കിൻ്റെ ആ ഒരു എൻഡിങ് വരുന്നിടം വരെയാണ് ഞാൻ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ ആ ഒരു പർപ്പിൾ ക്ലോത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സ്കാലപ്പ് തീരുന്നിടം വരെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു 1.5 ഇഞ്ചിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ 1.5 ഇഞ്ച് കോൺസ്റ്റൻ്റ് ഒന്നും അല്ല, നിങ്ങൾക്ക് എവിടം വരെ ഒരുമിച്ച് വേണം അവിടം വരെ അങ്ങ് തയ്ക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതേപോലെ ലൈനിങ് രണ്ടും പുറകിലോട്ടാക്കി വെച്ചിട്ട് നമ്മുടെ സ്റ്റിച്ച് എവിടെയാണോ എൻഡ് ചെയ്തത് അവിടെ നിന്ന് താഴത്തോട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്യുന്തോറും നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതിയാവും. അപ്പം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതേപോലെ ചുരുട്ടി അകത്തോട്ടാക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ് 2 ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ മെയിൻ ക്ലോത്തിൽ കൊള്ളരുത്. അത് കൊള്ളാത്ത രീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. അങ്ങനെ 2 വശവും നമ്മൾ മെയിൻ ക്ലോത്തിന് ഇതേപോലെ ഉള്ളിലോട്ട് തിരികെ വെച്ചിട്ട് ലൈനിങ് മാത്രം ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പം ഞാൻ അങ്ങനെ 2 വശവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്നുമില്ല, ഇനി നമുക്ക് ഫ്രിൽസ് ആണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം ഫ്രിൽസ് അറ്റാച്ച് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലൈനിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഫ്രിൽസ് ആണ്. അപ്പോൾ അതിൻ്റെ വീതി വന്നിട്ട് ഞാൻ 3 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. തയ്യൽ തുമ്പ് ഇല്ലാണ്ടാണ് 3 ഇഞ്ച്, തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് വരുമ്പോൾ 1 ഇഞ്ചോളം നമുക്ക് വേണ്ടി വരും. അങ്ങനെ ഞാൻ 3 ഇഞ്ച് വീതിയിലുള്ള ഫ്രിൽസ് ആണ് ലൈനിങ്ങിലോട്ട് ആദ്യം അറ്റാച്ച് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫ്രോക്കിൻ്റെ ഹൈറ്റ് ഞാൻ ഇവിടെ എടുക്കുന്നത് 22 ഇഞ്ചാണ്. അതിൽ കസവ് ഫ്രോക്കിൻ്റെ ലെങ്ത്ത് മാത്രം ഞാൻ 17 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇല്ലാണ്ട് കൊടുത്തിരിക്കുന്നത്. ആ 17 ഇഞ്ചിലോട്ട് ഒരു 3 ഇഞ്ച് ഫ്രിൽസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് 20 ഇഞ്ചായി. ഇനി അഡീഷണൽ നമുക്കൊരു 2 ഇഞ്ചും കൂടെ വേണമല്ലേ. അപ്പം നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് 20 ഇഞ്ചായി. അപ്പോൾ ആ 1 ഇഞ്ചും കൂടെ കുറച്ചിട്ടാണ് ഞാൻ ലൈനിങ്ങിന് ഹൈറ്റ് എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പ് ഇല്ലാണ്ട്. അപ്പം നമുക്ക് 19 ഇഞ്ച്, അതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ ഹൈറ്റ്. ആ 19 ഇഞ്ചിലോട്ട് ഒരു 3 ഇഞ്ച് ഫ്രിൽസും കൂടെ ഞാൻ കസവിൻ്റെ ആഡ് ചെയ്തു.
അപ്പോൾ നമുക്ക് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡറിൽ നിന്ന് മെഷർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 22 ഇഞ്ച് കിട്ടും കേട്ടോ. അതിൽ 1 ഇഞ്ച് കസവിൻ്റെ ഫ്രില്ല് ഉള്ളിലോട്ട് കയറി നിൽക്കും, ബാക്കി 2 ഇഞ്ചായിരിക്കും നമുക്ക് താഴത്തോട്ട് എക്സസ് ആയിട്ട് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ കാൽക്കുലേഷൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതേപോലെ 2 സ്ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ക്രോസ് പീസിനുള്ളിലോട്ട് ഇതേപോലെ ഒരു പിന്ന് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ത്രെഡ് എല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ത്രെഡും അതേപോലെ തന്നെ ആ ഒരു ക്രോസ് പീസും കൂടെ ചേർത്ത് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ നേരിട്ട് കാണാനായിട്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.